ഹായ് നമസ്കാരം, ഞാൻ ഗ്രീഷ്മ. നമ്മുടെ മറ്റു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ 4 ആണ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ. ഡിസ്ട്രിബ്യൂഷൻ ചാനൽ എന്തോന്ന് ചോദിച്ചാൽ, മാനുഫാക്ചേഴ്സും റീറ്റെയിലേഴ്സും പോലുള്ള ഇൻ്റർമീഡിയറ്റ്സിൻ്റെ ഹെൽപ്പോട് കൂടി നമ്മുടെ റോ മെറ്റീരിയൽ, കമ്പോണൻസ്, ഫിനിഷ്ഡ് ഗുഡ്സ് തുടങ്ങിയവയെല്ലാം കസ്റ്റമറിലേക്ക് എത്തിക്കുന്ന പ്രോസസ്സുകളെയാണ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ചാനലുകൾ എന്ന് പറയുന്നത്. കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡ് ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ എഫിഷ്യൻ്റായിട്ട് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുക എന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഫിനിഷ്ഡ് ഗുഡ്സ് കസ്റ്റമറിലേക്ക് എത്തിക്കുന്നതും അതുപോലെ തന്നെ റോ മെറ്റീരിയൽ സപ്ലയറുടെ കയ്യിൽ നിന്നും പ്രൊഡക്ഷന് വേണ്ടി എത്തിക്കുന്നതും ഒക്കെ ഈ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ആക്ടിവിറ്റീസുകളാണ്. കീ ഫങ്ഷൻസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, അതിൽ കീ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെൻ്റ് ആണ് ആദ്യം കിടക്കുന്നത്. ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഗുഡ്സുകളെ മൂവ് ചെയ്യുക അല്ലേ, മാനുഫാക്ചറിങ് യൂണിറ്റിൽ നിന്ന് വെയർ ഹൗസിലേക്ക് എത്തിക്കുക, സപ്ലൈയുടെ കയ്യിൽ നിന്ന് റോ മെറ്റീരിയൽ കസ്റ്റമറിലേക്ക് എത്തിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ട്രാൻസ്പോർട്ടേഷനകത്ത് വരുന്നുണ്ട്. ഒരു മേജർ കോസ്റ്റ് ഡ്രൈവറാണ്. അതേപോലെ തന്നെ ക്രൂഷ്യൽ ഫോർ റെസ്പോൺസീവ്നെസ് ആണ്, വളരെ റെസ്പോൺസീവായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. കെയർഫുൾ ആയിട്ടുള്ള പ്ലാനിങ് ആവശ്യമാണ്. അതേപോലെ തന്നെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നല്ല രീതിയിൽ ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെൻറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ടൈം ഡിലേ ഒന്നും വരാതെ സാധനങ്ങൾ എത്തിക്കാൻ പറ്റത്തുള്ളൂ. ഇനി ഏതൊക്കെയാണ് മേജർ ട്രാൻസ്പോർട്ടേഷൻ മോഡ്സ്? നമ്മൾ ആദ്യം തൊട്ടേ പറയുന്നതാണ്. മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ പറയുമ്പോൾ റോഡ്, റെയിൽ, എയർ, വാട്ടർ വേസ്, പൈപ്പ് ലൈൻ ഒക്കെ വരുന്നുണ്ട്. ഇവ എങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്? അതിൻ്റെ ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ചാൽ കോസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ. ഇപ്പം നമുക്ക് ഡിസ്റ്റൻസ് കുറവാണെന്നുണ്ടെങ്കിൽ റോഡ് ട്രാൻസ്പോർട്ടേഷൻ എടുക്കാറുണ്ട്. അതേപോലെ ട്രാൻസിറ്റ് ടൈം, സർവീസ് ലെവൽ, പ്രോഡക്റ്റ് സേഫ്റ്റി, ഇവയൊക്കെയാണ് സെലക്ഷൻ ക്രൈറ്റീരിയ ആയിട്ട് എടുക്കുന്നത്. ഇനി അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇൻവെൻ്ററി കൺട്രോളാണ്. ഇൻവെൻ്ററി കൺട്രോൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് സ്റ്റോക്കുകളുടെ ക്വാളിറ്റി, അതേപോലെ തന്നെ ഓവർ സ്റ്റോക്ക് ഔട്ട് ആകാതെ കസ്റ്റമറുടെ ആവശ്യപ്രകാരം നമുക്ക് ഇൻവെൻ്ററി എത്തിച്ചു കൊടുക്കാൻ പറ്റുക, ഇത്രയും സ്റ്റോറേജ് അവിടെ ഉണ്ടായിരിക്കുക, അതിൻ്റെ സേഫ്റ്റി, ഷിപ്മെൻറ്റ്, ഇത്രയും കാര്യങ്ങളെല്ലാം ഇൻവെൻ്ററി കൺട്രോളിനകത്ത് വരും. അടുത്ത വെയർ ഹൗസിങ്ങാണ്. വെയർ ഹൗസിങ് അറിയാമല്ലോ. വെയർ ഹൗസിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റുകൾ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന പ്ലേസ് ആണ്, സ്റ്റോറേജ് സ്പേസ് ആണ്. നമ്മുടെ ഗുഡ്സുകൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്പേസ് ആണ് വെയർ ഹൗസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ വെയർ ഹൗസിൽ നമുക്ക് അധികം വാല്യൂ ആഡ് സർവീസുകൾ കൊടുക്കാറുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ പോസ്റ്റ്പോണ്ട് ചെയ്യുന്ന പ്രോഡക്റ്റുകളെ സൂക്ഷിക്കാനുള്ള സൗകര്യം കൊടുക്കുക, അതേപോലെ റീപാക്കേജിങ് കൊടുക്കുക. അങ്ങനെ പല രീതിയിൽ നമ്മൾ വെയർ ഹൗസിംഗ് സർവീസ്, വാല്യൂ ആഡ് സർവീസുകൾ കൊടുക്കാറുണ്ട്. ഇനി എന്തൊക്കെയാണ് നമുക്ക് ഡിസിഷൻ, ഏത് ലൊക്കേഷനിൽ വെയർ ഹൗസ് വേണം, അല്ലെങ്കിൽ ഏത് സൈസിലായിരിക്കണം, നമുക്ക് ലോങ് ടേമിലേക്കാണോ ഷോർട്ട് ടേമിലേക്കാണോ, വെയർ ഹൗസിൻ്റെ റോൾ എന്താ, ഇതെല്ലാം നമ്മുടെ വെയർ ഹൗസിങ്ങിനകത്ത് വരും. അപ്പോൾ ഇതാണ് 3 കീ ഫങ്ഷൻസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെൻറ്റ്, ഇൻവെൻ്ററി കൺട്രോൾ, അതേപോലെ വെയർ ഹൗസിംഗ്. ഇനി ഡിസൈനിങ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ എന്തൊക്കെ തീരുമാനിച്ചിട്ട് അല്ലെങ്കിൽ എന്തൊക്കെ ക്രൈറ്റീരിയ വെച്ചിട്ടാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ എടുക്കുന്നത്? കസ്റ്റമർ സർവീസ് ലെവലുണ്ട്, കോസ്റ്റും ഉണ്ട്. അപ്പം ഈ രണ്ടിൻ്റെ ഇതാണ് നമ്മുടെ മെയിൻ 2 ക്രൈറ്റീരിയാസ് എന്ന് പറയുന്നത്. ഇപ്പോൾ കസ്റ്റമർ സർവീസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെലിവറി ലീഡ് ടൈം എന്ന് പറയുന്നത്. ലീഡ് ടൈം എന്ന് വെച്ചാൽ നമ്മൾ ഓർഡർ കൊടുക്കുന്നത് മുതൽ പ്രോഡക്റ്റ് കസ്റ്റമറിലേക്ക് എത്തുന്നത് വരെയുള്ള ആ ടൈം പീരീഡിനെയാണ് നമ്മൾ ലീഡ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, എന്തായത് വെച്ചാൽ ഒരു ഡിലേ വരുത്താതെ ഓർഡർ ചെയ്യുന്ന സമയത്ത് നമ്മളോട് പറയുന്ന കണക്ക് ആ കറക്റ്റ് ടൈമിൽ കറക്റ്റ് പ്രോഡക്റ്റ് എത്തിച്ചു കൊടുക്കുക. ഇനി പ്രോഡക്റ്റ് മിക്സ് ആണ് പറയുന്നത്. പ്രോഡക്റ്റ് മിക്സ് എന്ന് പറയുമ്പം പല വെറൈറ്റിയിലുള്ള പ്രോഡക്റ്റുകൾ നമുക്ക് കിട്ടാറുണ്ട് അല്ലേ. അപ്പം അങ്ങനെ കിട്ടുന്ന സാഹചര്യത്തിൽ അപ്പോൾ അതിൻ്റെ കോംപ്ലക്സിറ്റി എന്താണെന്ന് വെച്ചാൽ അത് ഹാൻഡിൽ ചെയ്യാനും പാക്കേജ് ചെയ്യാനും അതിൻ്റെ ഡോക്യുമെൻറ്റേഷനും ഒക്കെ വ്യത്യാസമായിരിക്കും അല്ലേ. പലതരത്തിലുള്ള പ്രോഡക്റ്റുകളാണ്, പലതരത്തിലുള്ള പ്രോഡക്റ്റ് പല രീതിയിലും പല വെറൈറ്റിയിലുള്ള പ്രോഡക്റ്റുകളായിരിക്കും. അപ്പോൾ ഇവയുടെ ഹാൻഡിലിങ്ങും പാക്കേജിങ്ങും ഒക്കെ വ്യത്യാസമായിരിക്കും. അടുത്തത് പ്രോഡക്റ്റ് അവൈലബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് കസ്റ്റമറുടെ ആവശ്യപ്രകാരം അല്ലെങ്കിൽ ഓർഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രോഡക്റ്റ് അവൈലബിൾ ആയിരിക്കണം. അതേപോലെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ വരുന്നുണ്ട്. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഏറ്റവും മുഖ്യമാണ്. അപ്പോൾ പറയുന്ന സമയത്ത് ഓർഡർ ഫുൾഫിൽമെൻറ്റും അതേപോലെ സർവീസ് ക്വാളിറ്റിയൊക്കെ കൊടുക്കേണ്ട ആവശ്യമായിട്ട് വരുന്നുണ്ട്. അടുത്ത ഓർഡർ വിസിബിലിറ്റി. ഇപ്പോൾ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ എന്ന് കിട്ടും, എവിടെ കിട്ടും, ഇത് എവിടെ എത്തി, ഏതൊക്കെ രീതിയിലാണ് കസ്റ്റമറുടെ കയ്യിൽ എത്തുന്നത്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ
ഓർഡർ വിസിബിലിറ്റിക്കകത്ത് വരുന്നത് ഹാൻഡിലിംഗ് ഓഫ് പ്രോഡക്റ്റ് റിട്ടേൺ. ഇപ്പോൾ റിട്ടേണുകൾ ഉണ്ടെങ്കിൽ റിട്ടേണുകൾ ഒരു കമ്പനി പ്രോഡക്റ്റ് മാത്രമായിരിക്കത്തില്ല റിട്ടേൺ ചെയ്യുന്നത്, പല കമ്പനി ഐറ്റംസ് ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് ചാനൽസുകൾ നമുക്ക് റിക്വയർ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് കമ്പനീസ് മസ്റ്റ് ബാലൻസ് ദീസ് ഫാക്ടേഴ്സ് ബേസ്ഡ് ഓൺ കസ്റ്റമർ എക്സ്പെക്റ്റേഷൻ ആൻഡ് സപ്ലൈ ചെയിൻ കോസ്റ്റ്. സപ്ലൈ ചെയിൻ കോസ്റ്റ് നമുക്ക് ഇപ്പോൾ റിട്ടേണുകളാണെങ്കിലും ഓർഡർ വിസിബിലിറ്റി ആണെങ്കിലും കസ്റ്റമറുടെ ആവശ്യപ്രകാരമാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഇൻവോൾവ്സ് ക്രിറ്റിക്കൽ ഡിസിഷൻ ഓൺ ട്രാൻസ്പോർട്ടേഷൻ, inventory and warehousing. Companies must design efficient customer focused channels. The right strategy depend on the product type, market expectation and cost structure. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് പറയാനുള്ളത്. അപ്പം ഡിസ്ട്രിബ്യൂഷൻ ചാനലുകൾ നമ്മൾ പറഞ്ഞല്ലോ അല്ലേ, എന്തൊക്കെയാണ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു. ഡിസ്ട്രിബ്യൂഷനകത്ത് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് റോ മെറ്റീരിയൽ കസ്റ്റമറിലേക്ക് എത്തിക്കാനാണെങ്കിലും അതിൻ്റെ ഓരോ പ്രോസസ്സുകൾ എന്ന് പറയുന്നതും ഓരോ സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ആവശ്യമാണ്. ഈ ട്രാൻസ്പോർട്ടേഷൻ ത്രൂ ആണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷനിൽ എത്തിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കീ ഫങ്ഷൻസുകൾ പറഞ്ഞു, ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെൻറ്റ്, ഇൻവെൻറ്ററി കൺട്രോൾ ആൻഡ് വെയർ ഹൗസിങ്. ഇനി ഏതൊക്കെ ക്രൈറ്റീരിയ ആണ് നമ്മൾ നോക്കുന്നത്, കസ്റ്റമറും കോസ്റ്റും. കസ്റ്റമറിനെ സംബന്ധിച്ച് ഡെലിവറി ലീഡ് ടൈം, പ്രോഡക്റ്റ് മിക്സ്, പ്രോഡക്റ്റ് അവൈലബിലിറ്റി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, ഓർഡർ വിസിബിലിറ്റി ആൻഡ് ഹാൻഡ്ലിംഗ് ഓഫ് റിട്ടേൺസ്, പ്രോഡക്റ്റ് റിട്ടേൺസ്. ചാപ്റ്റർ 5 നെറ്റ്വർക്ക് ഡിസൈൻ. വാട്ട് ഈസ് നെറ്റ്വർക്ക് ഡിസൈൻ? ഇപ്പോൾ എന്താണ് നെറ്റ്വർക്ക് ഡിസൈൻ, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു ടേം അല്ലെങ്കിൽ ഈ ഒരു വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, സപ്ലൈ ചെയിൻ ആൻഡ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന ആ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വരുന്ന ഫെസിലിറ്റീസുകൾ എന്ന് പറയുന്ന പ്ലാന്റുകളുണ്ട്, വെയർ ഹൗസ് ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഒരു നെറ്റ്വർക്ക് അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഡിസൈൻ എന്ന് പറയുന്നത്. ഇവയൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോവുക അല്ലെങ്കിൽ സ്ട്രാറ്റജിക്കലി സെറ്റ് ചെയ്ത് കൊണ്ടുപോവുക, ഇതൊക്കെയാണ് നെറ്റ്വർക്ക് ഡിസൈൻ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ, നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുന്ന പ്രോഡക്റ്റുകൾ നമ്മൾ എവിടെയാണോ മേക്ക് ചെയ്യുന്നത് അവിടെ നിന്ന് സെല്ല് ചെയ്യുന്നിടത്തേക്ക് എത്തിക്കാനായിട്ട്, എഫിഷ്യൻ്റായിട്ട് എത്തിക്കാനായിട്ട് ഈ ചാനലുകൾ അല്ലെങ്കിൽ ഈ ഫെസിലിറ്റീസുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് ബെറ്ററായിട്ട് നമ്മൾ സ്ട്രാറ്റജിക്കലി സെറ്റ് ചെയ്യണം. ഇപ്പോൾ എത്ര ഫെസിലിറ്റീസുകൾ, എത്ര നമ്പേഴ്സ്, അല്ലെങ്കിൽ വെയർ ഹൗസുകൾ എത്ര എണ്ണം വേണം, സ്റ്റോർ ചെയ്യാൻ എത്ര എണ്ണം വേണം, അല്ലെങ്കിൽ ഇതിൻ്റെ ബെറ്റർ ലൊക്കേഷൻ ഏതൊക്കെയാണ്, പ്രോഡക്റ്റുകൾ എങ്ങനെയാണ് കസ്റ്റമറിലേക്ക് എത്തുന്നത്, അവരുടെ ഡിമാൻഡ് അനുസരിച്ച് കുറഞ്ഞ കോസ്റ്റിൽ എങ്ങനെ കസ്റ്റമറിലേക്ക് എത്തിക്കുക, ഇതെല്ലാം നെറ്റ്വർക്ക് ഡിസൈനകത്ത് വരുന്നുണ്ട്. വൈ ഈസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ്? എന്തുകൊണ്ടാണ് നെറ്റ്വർക്ക് ഡിസൈൻ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞു വെയർ ഹൗസ്, പ്ലാന്റ്, ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞില്ലേ, ഇത് നമ്മൾ ഒരു ബെറ്റർ ഡിസിഷൻ അല്ലെങ്കിൽ ബെറ്ററായിട്ടാണ് നമ്മൾ ഈ നെറ്റ്വർക്ക് ഡിസൈൻ സെറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള കോസ്റ്റുകൾ കുറഞ്ഞു കിട്ടും. കോസ്റ്റ് കുറഞ്ഞു കിട്ടുമെന്ന് വെച്ചാൽ ട്രാൻസ്പോർട്ടേഷൻ, അത് നമുക്ക് വലിയ ദൂരമില്ലാത്ത വെയർ ഹൗസാണ്, കസ്റ്റമറിലേക്ക് എത്തിക്കാൻ അധികം ദൂരം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റുകൾ കുറഞ്ഞു കിട്ടും. ഇൻവെൻറ്ററി വാങ്ങിക്കുന്നതിനുള്ള കോസ്റ്റുകൾ, അതേപോലെ ഹാൻഡിലിംഗ് കോസ്റ്റ്, നമ്മൾക്ക് ഈ ഫെസിലിറ്റീസുകൾ എന്ന് പറഞ്ഞാൽ പ്ലാന്റ് വരും, വെയർ ഹൗസ് വരും, ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റർ വരും, ഇതിൻ്റെയൊക്കെ ഉള്ള കോസ്റ്റുകൾ നമുക്ക് കുറഞ്ഞു കിട്ടും, മിനിമൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ കസ്റ്റമർ സർവീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ കസ്റ്റമറും ആഗ്രഹപ്രകാരം അവരുടെ പറയുന്ന ടൈമിൽ റിലയബിൾ ആയിട്ട് നമുക്ക് പ്രോഡക്റ്റുകൾ എത്തിക്കാൻ പറ്റും. ഇനി എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന മറ്റൊരു കാര്യമാണ് കോമ്പറ്റിറ്റീവ്നെസ്. നമ്മൾ ഈ പ്രോപ്പറായിട്ട് നല്ല വെൽ ഡിസൈൻഡ് നെറ്റ്വർക്ക് ഡിസൈനാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് പറയുന്ന സമയത്തിനുള്ളിൽ തന്നെ നമ്മുടെ പ്രോസസ്സുകൾ കംപ്ലീറ്റ് ആകുന്നുണ്ടെങ്കിൽ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ മറ്റുള്ള കമ്പനികളെക്കാട്ടി ബെറ്ററായിട്ട് ഈ കമ്പനി പോകുമ്പോൾ അവിടെ ഒരു കോമ്പറ്റിറ്റീവ്നെസ് വരാറുണ്ട്. അതിനായിട്ടുള്ള അഡ്വാൻറ്റേജസും കിട്ടാറുണ്ട്. ഇനി അഡാപ്റ്റബിലിറ്റിയാണ് വരുന്നത്. അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ മാർക്കറ്റ് ചേഞ്ചസുകൾ വരാം, കസ്റ്റമർ ഡിമാൻഡുകൾ വരാം. മാറിക്കൊണ്ടേയിരിക്കുന്ന സാഹചര്യത്തിൽ എക്കണോമിക് കണ്ടീഷൻസുകൾ മാറുന്നുണ്ട്, പ്രൈസ് വേരിയേഷൻസ് വരുന്നുണ്ട്. അങ്ങനെയൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എന്താണ്, നമുക്ക് അത് പെട്ടെന്ന് തന്നെ അഡാപ്റ്റ് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയണം. ഇതൊക്കെയാണ് നമ്മുടെ നെറ്റ്വർക്ക് ഡിസൈനിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഒരു ബെറ്റർ നെറ്റ്വർക്ക് ഡിസൈൻ ആണെങ്കിൽ മാത്രമേ നമുക്കിതൊക്കെ ആപ്ലിക്കബിളായിട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ഇനി കീ സ്റ്റേജസ് ഓഫ് നെറ്റ്വർക്ക് ഡിസൈനാണ് പറയുന്നത്. നെറ്റ്വർക്ക് ഡിസൈൻ്റെ കീ സ്റ്റേജസ് 3 ഫേസുകളാണുള്ളത്. അതിൽ ആദ്യത്തേതാണ് പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് പ്ലാനിങ്. അതിനകത്ത് തന്നെ നമുക്ക് പറയുന്നുണ്ട് പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് പ്ലാനിങ് എന്നല്ലേ. നമുക്കിപ്പം എന്താണ് നമ്മുടെ ഈ നെറ്റ്വർക്ക് ഡിസൈൻ്റെ ആവശ്യമുണ്ടോ, ഇതിൻ്റെ സ്കോപ്പ് എന്താണ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരും. ഫീസിബിലിറ്റി അസസ്മെൻറ്റ് എന്നാണ് അതിന് പറയുന്നത്. ഫീസിബിലിറ്റി അസസ്മെൻറ്റ് എന്ന് പറയുമ്പം എന്താണ്, സാധ്യതാ വിലയിരുത്തലുകളെന്ന് മലയാളത്തിൽ പറയാം. അതായത് നമുക്ക് അതിന് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നെ എന്താണ്, ഈ പ്രോജക്റ്റിൻ്റെ ആവശ്യമുണ്ടോ അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഡിസൈനിൻ്റെ ആവശ്യമുണ്ടോ,
ഇതിൻ്റെ സ്കോപ്പ് എന്താണ്, ഈ കറണ്ട് സിറ്റുവേഷൻ അനുസരിച്ച് അല്ലെങ്കിൽ നമുക്ക് പ്രോബ്ലംസുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്ത് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ബെനിഫിറ്റുകളൊക്കെ ചെയ്ത് വരേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് പ്ലാനിങ്ങിനകത്ത് വരും. ആ പേരിനകത്ത് തന്നെ ഉണ്ടല്ലേ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുക. നമുക്കിപ്പം 3 വെയർ ഹൗസേ ഉള്ളൂ, 3 വെയർ ഹൗസിൽ നമ്മുടെ പ്രോഡക്റ്റുകൾ ഇരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഒരു തീരുമാനം, നമ്മുടെ ഒരു പ്രോബ്ലമാണ്, നമ്മുടെ പ്രോഡക്റ്റുകൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രോബ്ലമാണ് അല്ലേ. അപ്പം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ നമുക്ക് പുതിയൊരു വെയർ ഹൗസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ഫസ്റ്റ് ഫേസായ പ്രോബ്ലം ഫേസ് അല്ലെങ്കിൽ പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് പ്ലാനിങ്ങിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ ഫീസിബിലിറ്റി അസസ്മെൻറ്റിനകത്ത് പറയുന്ന ആദ്യത്തെയാണ് മെറ്റീരിയൽ മാനേജ്മെൻറ്റ് പ്രോസസ്സ് ആൻഡ് ഡിസിഷൻസ്. ഇത് ഇൻവോൾവ് ചെയ്യുന്ന എന്താണ്, നമ്മുടെ കറണ്ട് മെറ്റീരിയലിൻ്റെ ഫ്ലോ അല്ലെങ്കിൽ പ്ലാന്റ് ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററിൻ്റെ പ്രോസസ്സുകൾ എങ്ങനെ നടക്കുന്നു, എങ്ങനെയാണ്, എത്ര കപ്പാസിറ്റി ഉണ്ട്, എത്ര പ്രോഡക്റ്റുകൾ വെക്കാൻ പറ്റുന്നുണ്ട്, പ്രൊഡക്ഷൻ ഡിസിഷൻസ്, ഇവയെല്ലാം നമുക്ക് ഈ സെക്ഷനകത്ത് അറിയാൻ പറ്റും. ഇനി അടുത്തത് കോസ്റ്റ് അല്ലെങ്കിൽ ബെനിഫിറ്റ് എസ്റ്റിമേഷൻ ആണ്. അതായത് നമുക്ക് ഫിനാൻഷ്യൽ ഗെയിൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഫേസ് 1 അറിയാൻ പറ്റും. ഫേസ് 1 ഫീസിബിലിറ്റി അസസ്മെൻറ്റിനകത്ത് അറിയാൻ പറ്റും. അടുത്തത് പ്രോജക്റ്റ് പ്ലാനിങ് ആണ് പറയുന്നത്. പ്രോജക്റ്റ് പ്ലാനിങ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നത് നമുക്ക് ഒരു ക്ലിയർ ഒബ്ജക്റ്റ് കൊടുക്കുക, ഒരു നെറ്റ്വർക്ക് ഡിസൈനിൻ്റെ ഒരു ക്ലിയർ ഒബ്ജക്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് നമുക്ക് ഇപ്പോൾ എക്സിസ്റ്റിംഗ് ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോൾ ഫെസിലിറ്റിക്കകത്ത് എന്തൊക്കെയാണ് വരുന്നത്, പ്ലാന്റ് വരുന്നുണ്ട്, വെയർ ഹൗസ് വരുന്നുണ്ട്, ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റേഴ്സ് വരുന്നുണ്ട് അല്ലേ. ഇവയ്ക്ക് കപ്പാസിറ്റി എത്രത്തോളമാണ്, അല്ലെങ്കിൽ ഇൻവെൻ്ററി ലെവല്, അല്ലെങ്കിൽ ഡെലിവറി ടൈം, ഇതൊക്കെ മെഷർമെൻറ്റ് ചെയ്യുന്നത്, അതൊക്കെ ഈ പ്രോജക്റ്റ് പ്ലാനിങ്ങിനകത്ത് വരുന്നുണ്ട്. ഇനി സെക്കൻഡ് ഫേസ് പറയുന്നത് ഡേറ്റ കളക്ഷൻ ആൻഡ് അനാലിസിസ് ആണ്. ഡേറ്റ കളക്ഷൻ അനാലിസിസ് അതായത് നമ്മൾ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്തു, പ്ലാൻ ചെയ്തു, അതിനുശേഷം ഡേറ്റാസ്, ആ പ്രോബ്ലം നമുക്ക് സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ പ്രോബ്ലം നമുക്ക് ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ഡീൽ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഡേറ്റാസ് കളക്ട് ചെയ്യുന്നു, അതിനെ അനലൈസ് ചെയ്യുന്നു. ഇനി എവിടെ നിന്നൊക്കെയാണ് നമുക്ക് ഈ നെസസറി ഇൻഫർമേഷൻ കിട്ടുകയെന്ന് വെച്ചാൽ കസ്റ്റമർ ലൊക്കേഷൻ ആൻഡ് ഡിമാൻഡ്, കസ്റ്റമറിൻ്റെ ലൊക്കേഷൻസ്, കസ്റ്റമർ ആൾക്കാരുള്ളിടത്തല്ലേ നമുക്ക് പ്രോഡക്റ്റ് കൊടുക്കാൻ പറ്റും അല്ലേ. അവരുടെ ഡിമാൻഡ് മാറുന്നതനുസരിച്ച് പ്രോഡക്റ്റ് വേരിയേഷൻസുകൾ വരണം, അതനുസരിച്ച് പ്രോഡക്റ്റ് നമ്മൾ ഉൽപ്പാദിപ്പിക്കണം. അങ്ങനെ നമുക്ക് എന്താണ് കൂടുതൽ രീതിയിൽ ആൾക്കാരിലേക്ക് പ്രോഡക്റ്റുകൾ എത്തിക്കാനും പറ്റത്തുള്ളൂ. ഇനി അടുത്തതാണ് കറണ്ട് ഫെസിലിറ്റി ലൊക്കേഷൻസ് ആൻഡ് കപ്പാസിറ്റി. ഫെസിലിറ്റീസുകൾ നമുക്ക് അതിൻ്റെ ലൊക്കേഷൻ, ഇപ്പം നിലവിലുള്ള ഫെസിലിറ്റീസിൻ്റെ ലൊക്കേഷൻ എന്താണ്, അതിൻ്റെ കപ്പാസിറ്റീസ്, ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്താണ് നമ്മുടെ പ്ലാന്റ്, വെയർ ഹൗസ്, ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റർ, അതുപോലെയുള്ള ഇനി പലതരത്തിലുള്ള പല ഏരിയയിൽ വെയർ ഹൗസുകൾ ഉണ്ടാകും, അതൊക്കെ അതിൻ്റെയൊക്കെ ലൊക്കേഷൻസിൻ്റെ ഫെസിലിറ്റീസുകളും പിന്നെ അതിൻ്റെ കപ്പാസിറ്റീസ്, എത്രത്തോളം പ്രോഡക്റ്റിൽ അതിന് വെക്കാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ എന്താണ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ അത്യാവശ്യമായിട്ട് വേണ്ടുന്നൊരു കാര്യമാണ് അല്ലേ. സപ്ലൈയുടെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റ് കിട്ടാനും ആ പ്രോഡക്റ്റ് പ്രൊഡക്ഷന് വേണ്ടി കൊടുത്താലും ഈ പറയുന്ന സാധനമൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനും ട്രാവൽ അത്യാവശ്യമാണ്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് അത്യാവശ്യം പോകും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഡേറ്റ കളക്ഷൻ ആൻഡ് അനാലിസിസിനകത്ത് വരുന്നുണ്ട്. ഇനി എന്താണ് പ്രൊഡക്ഷൻ കോസ്റ്റ്, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ കോസ്റ്റും വരും. ഇനി മൂന്നാമത്തെ ഫേസ് എന്ന് പറയുന്നത് എന്താണ്, റെക്കമെൻഡേഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ. അതിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസുകൾ വരുന്നുണ്ട് അല്ലേ. കമ്പയർ ചെയ്ത് നോക്കിയിട്ട് ഇപ്പോൾ നിലവിലുള്ള ഫെസിലിറ്റീസ് എക്സ്പാൻഡ് ചെയ്യുക അല്ലെങ്കിൽ പുതിയത് കൊണ്ടുവരിക, അങ്ങനെയൊക്കെ ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് റെക്കമെൻഡേഷൻസ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ. ഇപ്പം നമ്മൾ എന്തായി ഒരു പ്രോബ്ലം കണ്ടു, അത് സൊല്യൂഷന് വേണ്ടിയിട്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടെത്തി അല്ലേ. ഇപ്പോൾ ഒരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്തു, അതിനെ നമുക്ക് എങ്ങനെ ഫേസ് ചെയ്യാം, നമുക്ക് എങ്ങനെയൊക്കെ ഡേറ്റാസുകൾ കളക്ട് ചെയ്ത് അതിനെ നമുക്ക് സെറ്റാക്കാൻ പറ്റും. അത് കഴിഞ്ഞ് റെക്കമെൻഡേഷൻസ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷനാണ്. ഇന്നതൊക്കെ ആവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ കമ്പനിക്ക് ഇത്ര വെയർ ഹൗസുകളേ ഉള്ളൂ, ഒരു വെയർ ഹൗസും കൂടെ വരാം, അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റേഴ്സും കൂടെ വരാം, അല്ലെങ്കിൽ ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ കമ്പനി, ഒരു തേർഡ് പാർട്ടി കമ്പനിയും കൂടെ നമുക്ക് കൊണ്ടുവരാം. റെക്കമെൻഡേഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ എന്നൊക്കെ പറയുമ്പോൾ അതാണ് വരുന്നത്. അപ്പോൾ എന്താണ്, നമുക്ക് നിലവിലുള്ള സാഹചര്യങ്ങളെ എക്സ്പാൻഡ് ചെയ്യുക അല്ലെങ്കിൽ പുതിയത് കൊണ്ടുവരിക. ഇനി കോസ്റ്റ് വേഴ്സസ് സർവീസ് ലെവൽ അനാലിസിസ് എന്ന് പറയും. അങ്ങനെ പറയുമ്പോൾ കോസ്റ്റ് സർവീസ് അനാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് ബെസ്റ്റ് ഓപ്ഷൻ കിട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പം എക്സാമ്പിൾ ഇവിടെ പറയുന്നത് ഈവൻ ഇഫ് എ പ്ലാൻ ഈസ് കോസ്റ്റ്ലിയർ ഇറ്റ് മൈറ്റ് ഓഫർ ബെറ്റർ ലോങ് ടേം സർവീസ് ആൻഡ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജസ്. എക്സാമ്പിൾ പറയുന്നത് അപ്പോൾ കോസ്റ്റ് നോക്കി നമ്മൾ ഇപ്പോൾ എപ്പോഴും പറയുന്ന സാധനമാണ് നല്ല സാധനം എന്നാൽ കോസ്റ്റ് കുറച്ച് നമുക്ക് വാങ്ങാൻ ശ്രമിക്കണമെന്ന്. ഇപ്പോൾ ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ നല്ല കോസ്റ്റ്ലിയർ ആയിട്ടുള്ളൊരു സാധനമാണ്, അപ്പം നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോകും, ഓക്കെ, നമ്മളതൊക്കെ നോക്കുന്നു, നമ്മുടെ കയ്യിൽ അത്രയും നിൽക്കത്തില്ല. പക്ഷേ അത് ലോങ് ടേം സർവീസിൽ നമുക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം മുടക്കുന്ന ക്യാഷ് എന്ന് പറയുന്നത് അത് ബെനിഫിറ്റായിട്ട് വരും. ഡിസിഷൻ അനാലിസിസ് മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ്.
അപ്പോൾ ഇതിനകത്ത് പറയുന്നത് നമ്മൾ ഡിസിഷൻ എടുക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസിഷൻ എടുക്കുന്നത്. ആദ്യത്തത് ലീനിയർ പ്രോഗ്രാമിംഗ്. ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് ഒരു മാത്തമാറ്റിക്കൽ ടെക്നിക്കാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ബെറ്റർ സൊല്യൂഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന റിസോഴ്സസ് ഒക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ ലോജിസ്റ്റിക്സിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മാത്തമാറ്റിക്കൽ ടെക്നിക്കാണ് ഈ ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അതിനകത്ത് വരുന്നതാണ് ഈ നെറ്റ്വർക്ക് ഒപ്റ്റിമൈസേഷൻ. ഇപ്പോൾ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് പലതരത്തിൽ നമുക്ക് നെറ്റ്വർക്കുകൾ ഉണ്ടാകാം. ഇപ്പോൾ റോഡ് വേസ്, റെയിൽവേസ് ഒക്കെ അല്ലെങ്കിൽ വെയർ ഹൗസിലേക്കൊക്കെ നമ്മൾ പ്രോഡക്റ്റ് എത്തിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ മുഖേന പലയിടത്തേക്ക് എത്തിക്കുന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നെറ്റ്വർക്കിനകത്ത് വരുന്ന കാര്യങ്ങളാണെന്ന് തുടക്കം തൊട്ടേ പറയുന്നുണ്ട്. ദ ഗോൾ ഈസ് ടു ഫൈൻഡ് ദ ചീപ്പസ്റ്റ് വേ ടു മൂവ് ഗുഡ്സ് ഫ്രം where they are made to where they are sold by figuring out the best location for plants and warehouses and the most efficient transportation route. അതായത് നമ്മൾ ഇതിൻ്റെ നെറ്റ്വർക്ക് ഒപ്റ്റിമൈസേഷൻ്റെ അല്ലെങ്കിൽ ലീനിയർ പ്രോഗ്രാമിങ്ങിനകത്ത് വരുന്ന നെറ്റ്വർക്ക് ഒപ്റ്റിമൈസേഷൻ്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് ഒരു ചീപ്പസ്റ്റ് വേ കണ്ടെത്തുക എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ പ്രൊഡക്ഷൻ മുതൽ ഡിസ്ട്രിബ്യൂഷൻ വരെ, അതായത് കസ്റ്റമറിലേക്ക് എത്തുന്നത് വരെയുള്ള കാര്യങ്ങൾ വളരെ ബെസ്റ്റ് ലൊക്കേഷൻ ആയിരിക്കണം, അല്ലെങ്കിൽ വെയർ ഹൗസ് ഒക്കെ നല്ല രീതിയിലായിരിക്കണം. ഒരു ചീപ്പസ്റ്റ് വേ കണ്ടെത്തുക എന്നുള്ളതാണ്. എങ്ങനെ എഫിഷ്യൻ്റായിട്ട് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കൊണ്ടെത്തിക്കാൻ പറ്റും, നമ്മുടെ റൂട്ട് എത്തിക്കാൻ പറ്റും. ഓക്കെ, അതാണ് നെറ്റ്വർക്ക് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. അടുത്തത് മിക്സഡ് ഇൻറ്റഗ്രൽ പ്രോഗ്രാമിംഗ്. മിക്സഡ് ഇൻറ്റഗ്രൽ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. ഇതൊരു ലീനിയർ പ്രോഗ്രാമിംഗ് ആണെങ്കിലും പക്ഷേ ഇതിൻ്റെ ഡിസിഷൻസ് എടുക്കുക എന്ന് പറയുന്നത് ഒരു ഹോൾ നമ്പർ എന്ന രീതിയിൽ, ഹോൾ നമ്പർ ആയിട്ടുള്ള രീതിയിൽ വരും. അതായത് ഇവിടെ എക്സാമ്പിൾ പറയുന്നത്, നമ്മളൊരു ബിൽഡിങ് കമ്പനിക്ക് വേണ്ടി കൊടുക്കുന്നു, അല്ലെങ്കിൽ വെയർ ഹൗസ് നിർമ്മിക്കുന്നു. അപ്പോൾ അതെന്താണ്, 2 വെയർ ഹൗസ് അല്ലേ നമുക്ക് ചെയ്യാൻ പറ്റും, 2.5 വെയർ ഹൗസ് ചെയ്യാൻ പറ്റില്ല. ഒരു ഹോൾ നമ്പറായിട്ട് നമ്മുടെ ഡിസിഷൻ വന്ന് നിൽക്കണം. ഹൗ മെനി, അല്ലെങ്കിൽ നമുക്ക് ഒരു യെസ് ഓർ നോ അങ്ങനെയുള്ള ടൈപ്പ് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഈ മിക്സഡ് ഇൻറ്റഗ്രൽ പ്രോഗ്രാമിംഗ് ആണ് കൂടുതലും ചൂസ് ചെയ്യുന്നത്. സിമുലേഷൻ ടെക്നിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കമ്പ്യൂട്ടർ മോഡലിൽ ഡിഫറെൻറ്റ് ഐഡിയാസ് കൊണ്ടുവന്ന് അങ്ങനെ ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു വീഡിയോ ഗെയിം കളിക്കുന്ന പോലെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിനകത്ത് നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ ആ ഒരു രീതിയിൽ ഒരു ഡെമോ തന്നുകൊണ്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ സിമുലേഷൻ ടെക്നിക്സുകൾ എന്ന് പറയുന്നത്. അതിനകത്ത് വരുന്നതാണ് സ്റ്റാറ്റിക് സിമുലേഷൻ. സ്റ്റാറ്റിക് സിമുലേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ വെയർ ഹൗസിൻ്റെ കപ്പാസിറ്റി ഒരു 10% ഇൻക്രീസ് ചെയ്യുന്നു. ഇന്ന് നമ്മുടെ വെയർ ഹൗസിൻ്റെ കപ്പാസിറ്റി ഒരു 10% നമ്മൾ ഇൻക്രീസ് ചെയ്യുകയാണ്. ഇൻക്രീസ് ചെയ്യുമ്പോൾ എങ്ങനെ അത് നെക്സ്റ്റ് മന്തിലെ കോസ്റ്റ് നമ്മൾ അഫക്റ്റ് ചെയ്യും? അടുത്ത മാസം നമുക്ക് കോസ്റ്റ് വരുമ്പോൾ അത് കൂടുമോ കുറയോ, പ്രതീക്ഷിച്ചതിനെക്കാട്ടി കോസ്റ്റ് കൂടുതലാകുമോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ തിരക്കാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ട് ചെയ്യുന്നതാണ് ഈ സ്റ്റാറ്റിക് സിമുലേഷൻ എന്ന് പറയുന്നത്. ഇനി ഡൈനാമിക് സിമുലേഷൻ എന്ന് വെച്ചാൽ, ഇപ്പോൾ പറഞ്ഞു 1 മന്തിലേക്കെന്ന്, പക്ഷേ ഡൈനാമിക് സിമുലേഷൻ അങ്ങനല്ല. നമുക്കത് സെവറൽ മന്ത്സ് അല്ലെങ്കിൽ പല വർഷങ്ങളിലേക്ക് അങ്ങനെ ആയിരിക്കും കണക്കെടുപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ അതെങ്ങനെ നോക്കാമെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ പുതിയതായിട്ടൊരു വെയർ ഹൗസ് ഓപ്പൺ ചെയ്യുന്നു. ഒരു വെയർ ഹൗസ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഒരു 6 മാസം കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ ഒരു ഗ്രോത്ത് നമ്മൾ എടുക്കത്തില്ലേ, അതിനെയൊക്കെയാണ് ഡൈനാമിക് സിമുലേഷൻ എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഷിപ്പിംഗ് റൂട്ട് മാറ്റുന്നു. ഇപ്പം എപ്പോഴും പോകുന്ന റൂട്ടിലല്ലാതെ വേറെ റൂട്ടിൽ പോകുന്നു. ആ റൂട്ടിൽ പോയിട്ട് ഇത്ര നാൾ, അല്ലെങ്കിൽ 3 മാസം 4 മാസം കഴിഞ്ഞ് നമ്മളതിൻ്റെ ആ ഒരു രീതി എടുക്കുന്നു. അത് കണക്കാക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് നേരത്തെ ഉണ്ടതിനെക്കാട്ടി ടൈമിൽ സാധനങ്ങൾ എത്തിക്കുന്നു, അല്ലെങ്കിൽ ബെറ്റർ വേ ആണ് നമ്മൾ ചൂസ് ചെയ്തത് നല്ലതാണ്. അപ്പം കുറച്ച് മാസങ്ങളോ അല്ലെങ്കിൽ വർഷങ്ങൾക്കോ വേണ്ടിയിട്ടുള്ള ഒരു കണക്കുകൂട്ടൽ, അത്തരം രീതി എടുക്കുന്നതിന് നമ്മൾ ഡൈനാമിക് സിമുലേഷൻ എടുക്കാറുണ്ട്. ഇനി അടുത്തത് ടോട്ടൽ ലൈഫ് സ്പാൻ ഓഫ് ദി ഫെസിലിറ്റീസുകളാണ് പറയുന്നത്. അതായത് ഇപ്പം നമ്മളൊരു ബിൽഡിംഗ് നിർമ്മിക്കുന്നു, അല്ലെങ്കിൽ ഒരു വെയർ ഹൗസ് നിർമ്മിക്കുന്നു എന്ന് പറയുന്നത് ഒരു ലോങ് ടേം ഡിസിഷനാണ്. ഇപ്പം നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയാൽ അതങ്ങനെ മൈൻഡ് മാറ്റി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, അല്ലേ? ഇപ്പോൾ ഒരു ഫാക്ടറി, ഒരു ഇന്ന കമ്പനിക്ക് വേണ്ടിയാണ് ഫാക്ടറി, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഈ വെയർ ഹൗസ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. എല്ലാം കഴിഞ്ഞിട്ട് ഇത് വേണ്ടായിരുന്നു എന്ന് തോന്നിട്ട് നമുക്ക് പറ്റത്തില്ല, അല്ലേ? അപ്പം ചില സമയങ്ങളിൽ നമ്മൾ എന്താ ചെയ്യും? നമ്മൾ ഔട്ട്സോഴ്സിനെ സമീപിക്കും, അതായത് തേർഡ് പാർട്ടീസുകളെ ഏൽപ്പിക്കും. തേർഡ് പാർട്ടീസുകളെ എന്ത് ഏൽപ്പിക്കും? നമ്മൾ മറ്റൊരു കമ്പനിക്ക് പേയ്മെൻറ്റ് കൊടുത്തിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ലോങ് ടേം റിസ്ക് എന്ന് പറയുന്നത് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കും. അതാണ് ഈ ടോട്ടൽ ലൈഫ് സ്പാൻ ഓഫ് ദ ഫെസിലിറ്റീസ് പറയുന്നത്. ഇനി ഫോക്കസ് ഓൺ ഇൻഫ്രാസ്ട്രക്ചർ അവൈലബിലിറ്റിയാണ്. ഇപ്പോൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും നമ്മളെ കമ്പനി ഇരിക്കുന്ന, അല്ലെങ്കിൽ വെയർ ഹൗസ് സിറ്റുവേറ്റ് ചെയ്യുന്ന ലൊക്കേഷൻ ബാഡ് ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു കാര്യങ്ങളും നമുക്ക് സെറ്റായി പോകത്തില്ല. ഓക്കെ, അപ്പോൾ എന്താണ്, നമുക്കൊരു ഇൻഫ്രാസ്ട്രക്ചർ
ഫെസിലിറ്റീസ് അവിടെ ഉണ്ടായിരിക്കണം. അതായത് ഒരു ബാഡ് ലൊക്കേഷൻ ഉണ്ടാവരുത്, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും റൂട്ടാണെങ്കിലും നമുക്കിപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും വെയർ ഹൗസിലേക്ക് എത്താനാണെങ്കിലും കസ്റ്റമറിലേക്ക് എത്താനാണെങ്കിൽ പോലും എല്ലാം അവൈലബിൾ ആയിരിക്കണം. ഇൻഫ്രാസ്ട്രക്ചർ അവൈലബിലിറ്റി ആണ് ഫോക്കസ് ചെയ്യേണ്ടത്. എത്ര പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ഡിസൈൻ എന്ത് ഫെസിലിറ്റി നമ്മൾ കൊണ്ടുവന്നാലും പക്ഷേ അവിടുത്തെ ലൊക്കേഷൻ സെറ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വളർന്നു വരാൻ സാധിക്കുന്നതല്ല. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ടാക്സസ് ആൻഡ് ടാരിഫ് ഇൻസെൻറ്റീവ്സുകളൊക്കെയാണ്. അപ്പം ഈ വലിയ വലിയ കമ്പനീസുകൾ അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനീസുകൾ ഫാക്ടറി അല്ലെങ്കിൽ മേജർ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റേഴ്സുകൾ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് അവിടെ അപ്പം തിരഞ്ഞെടുക്കുന്ന സ്ഥലം അനുസരിച്ച് പല ടാക്സുകൾ അല്ലെങ്കിൽ ടാരിഫുകൾ ഇൻസെൻറ്റീവ്സുകൾ കൊടുക്കാറും കിട്ടാറും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന് കീ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ലോവർ സർചാർജ് ആൻഡ് ടാക്സ് ഹോളിഡേയ്സുകളാണ്. ചില ഏരിയസ് ഇപ്പോൾ ഗവൺമെൻറ് നമുക്ക് പറയുന്നുണ്ട് ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ അവിടെ ഉന്നമന അല്ലെങ്കിൽ അവരുടെ ആൾക്കാർക്ക് ജോലിയൊക്കെ കൊടുക്കുന്ന രീതിയിലാണ് നമ്മുടെ ഫാക്ടറി വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഇൻസെൻറ്റീവായിട്ടോ അല്ലെങ്കിൽ ടാരിഫായിട്ടോ അല്ലെങ്കിൽ ടാക്സ് കുറച്ചോ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം പല രീതിയിൽ ഈ ബിസിനസ്മാനെ അല്ലെങ്കിൽ ഈ ഫാക്ടറികളെ കമ്പനികളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റുകൾ കുറേ റെഡ്യൂസ് ടാക്സ് ചെയ്യുന്നുണ്ട്, അതേപോലെ സർചാർജുകൾ കുറച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ആക്സസ് ടു ലോ കോസ്റ്റ് ഫെസിലിറ്റീസ്, അതായത് ഇപ്പോൾ ലാൻഡ് വിട്ട് കൊടുക്കുന്നു നിങ്ങളിവിടെ പ്രൊഡക്ഷൻ നടത്തിക്കോളൂ, പക്ഷേ ഇവിടുത്തെ ഉള്ള ആൾക്കാർക്ക് അതിന് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകണം അല്ലെങ്കിൽ ജോലി സാധ്യത കൂടണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ചിലപ്പം ഗവൺമെൻറ്റുകൾ ചീപ്പർ ലാൻഡ് എന്ന് പറയുന്നത്. നമുക്ക് ഇപ്പോൾ ഇവർ ഈ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ലാൻഡ് എടുക്കുമ്പോൾ വലിയൊരു എമൗണ്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വലിയ എമൗണ്ടാണ് പറയുന്നുണ്ടെങ്കിൽ ഈ പല കമ്പനിക്കാരും അതെടുക്കാതെ ചീപ്പർ റേറ്റ് തേടി പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം വരാതെ ചീപ്പർ റേറ്റിൽ നമുക്ക് ലാൻഡ് കൊടുക്കുക, ബിൽഡിംഗ് കൊടുക്കുക, യൂട്ടിലിറ്റീസുകൾ കൊടുക്കുക, അങ്ങനെയൊക്കെ വരുമ്പോൾ വീണ്ടും നമുക്ക് ബിസിനസ് ചെയ്യുന്നവരെ അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കും. അതേപോലെ ഇൻസെൻറ്റീവ്സ് ഫ്രം ലോക്കൽ ഗവൺമെൻറ്റ്സ്, അതർ പെർക്സ് കുഡ് ബി പ്രൊവൈഡഡ് ലൈക്ക് സബ്സിഡീസ്, ട്രെയിനിങ് പ്രോഗ്രാംസ്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ടൈലേർഡ് ഫോർ ദ ബിസിനസ്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ഡിസൈനാണ്. നെറ്റ്വർക്ക് ഡിസൈനകത്ത് നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതോടുകൂടി നമ്മുടെ ക്ലാസ് അവസാനിച്ചു. ഇത്രയും നേരം എൻ്റെ ക്ലാസ് കേട്ടതിന് വീഡിയോ കണ്ടതിന് നന്ദി.